കഴിച്ചിട്ട് ഒരുപാട് നേരമായി. കഴിക്കാൻ തോന്നിയില്ല. ആദ്യം വിഷ്ണുവേട്ടൻ കഴിച്ചിട്ടുണ്ടാവും എന്നുള്ള സംശയമായിരുന്നു. അപ്പോഴാ അനു പറഞ്ഞ് വാങ്ങിക്കുന്നത് കണ്ടുന്ന്. എന്നിട്ടും എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. പിന്നെ നോക്കുമ്പോ ഒറ്റയ്ക്കൊരു പാക്കറ്റും പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. ഞാൻ ഇങ്ങനെ ഒരു മുറിയിലിരുന്ന് കഴിക്കുമ്പോ വിഷ്ണുവേട്ടൻ അവിടെ മുറ്റത്ത് ഒരു അനാഥനെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ ഇങ്ങോട്ട് വിളിച്ചത്. ഇവിടെ താനീ ജില്ലയിലെ കളക്ടറാ, ഞാനിവിടുത്തെ ഡ്രൈവറും. ഭാര്യയും ഭർത്താവൊക്കെ നമ്മുടെ വീട്ടില്. ഇവിടെ നമ്മളെ മേലുദ്യോഗസ്ഥയും ഞാൻ ഇവിടുത്തെ കീഴ് ജീവനക്കാരനാ. ഇനിയിപ്പോ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഇനിയിപ്പോ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഈ ഏച്ചു കെട്ടിയ മുഴിച്ചിരിക്കുന്നൊക്കെ പറയും പോലെ അത് മുഴിച്ചെന്നിരിക്കും. അത് ശരി. അപ്പൊ ഇത്രയൊക്കെ മനസ്സിലുണ്ട്. ഇതായിരുന്നു അവിടെ ആലോചിച്ചുകൊണ്ട് നിന്നത്. എന്റെ വിഷ്ണുവേട്ടാ, ഞാനേ എത്ര വലിയ പദവിയിലെത്തിയാലും എത്ര വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയാലും വിഷ്ണുവേട്ടന്റെ ഇടവെന്നുള്ള ആ വിളിയിൽ അലിഞ്ഞില്ലാതാവുന്ന ഒരു സാധാരണ പെണ്ണിന്റെ മനസ്സാ എന്റേത്. ആ ഒരു മനസ്സിനെ എനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. അതിനുവേണ്ടിയാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇതേ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ലോക. ഇവിടേക്ക് എത്തി നോക്കാൻ ഞാൻ ഒരാളെ അനുവദിക്കില്ല. ഇവിടെ ഇപ്പോ ഞാനും എന്റെ വിഷ്ണുവേട്ടനും മാത്രം. അതേ, ഈ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറാൻ ഞാനൊരു മരുന്ന് തരട്ടെ. ഈ മരുന്ന് എന്റെ വിഷ്ണുവേട്ടൻ എനിക്ക് മാത്രമേ തരാൻ പറ്റൂ. ഇപ്പൊ പകുതി സങ്കടം മാറിയില്ലേ? ബാക്കി പകുതി മാറാൻ ഈ ബിരിയാണി ദേ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഇങ്ങനെ കഴിക്കും. അത് വേണോ? കഴിക്ക് വിഷ്ണുട്ടാ. എനിക്ക് തരുന്നില്ലേ? മറന്നു. ഇപ്പൊ തരാം. എന്നെ മറക്കും. ഒരൽപ്പം വെള്ളം കുടിപ്പിക്കാനുള്ള വക ഈ വീഡിയോയിലുണ്ട്.